ഇതാ അധികാരികൾ പറയുന്നു, ജാഗ്രത കൈവിടരുത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത എന്ന് പറയുന്ന വാക്ക് വളരെയേറെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ജാഗ്രതയുള്ളവരായിരിക്കണം. അകലം പാലിക്കുന്നത് ജാഗ്രതയുള്ളത് ആയിരിക്കുന്നതിൻ്റെ ഭാഗമാണ്. കൈ കഴുകുന്നത് ജാഗ്രതയുടെ ഭാഗമായിട്ടാണ്. മാസ്ക് ധരിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ ജാഗ്രത എല്ലായിടങ്ങളിലും നമുക്ക് ഇപ്പോൾ ഒരു ജാഗ്രതയുണ്ട്. അകന്നിരിക്കണം, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കരുത്, കൈ കഴുകണം, സാനിറ്റൈസർ ഉപയോഗിക്കണം. അങ്ങനെ ജാഗ്രതയാണ്. ചില ആളുകൾ സാനിറ്റൈസർ പോക്കറ്റിലിട്ടുണ്ട് നടക്കുകയാണ്, എവിടെയെങ്കിലും വെച്ച് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അച്ഛൻ്റെ മുറിയിൽ ഒരു യുവാവ് വന്നപ്പോൾ പോക്കറ്റിൽ എന്തോ ഇങ്ങനെ പൊന്തിക്കുന്നുണ്ടപ്പോൾ ചോദിച്ചു, എന്താണ്? സാനിറ്റൈസറാണ്. പോക്കറ്റിലിട്ടുണ്ട് നടക്കാണ്. ഹാലയിൽ കാറിൽ വെക്കുന്നവരുണ്ട്, ശരി, നല്ല കാര്യം. എങ്കിലും പോക്കറ്റിലും കയ്യിലും പിടിച്ചുകൊണ്ട് നടക്കുന്നവരെ കുറവാണ്. അപ്പോൾ അത് അത്രമാത്രം നമ്മൾ ജാഗരൂകരാണ് എന്ന് ചുരുക്കം. ഈശോയും നമ്മോട് ഈ ആഗമന കാലത്തിൽ സഭയും പ്രത്യേകമായി പറയുന്നത് ഇത് തന്നെയാണ്, ജാഗ്രതയുള്ളവരായിരിക്കുക. പഴയ നിയമത്തിൽ ഇത് വാച്ച്ഫുൾനെസ് എന്ന് പറയുന്ന വാക്ക് സുപരിചിതമായൊരു വചനഭാഗം എങ്ങനെയാണ്? വാച്ച്ഫുൾനെസ്, കാക്കുക, ഉണർന്നിരിക്കുക. കർത്താവ് ഭവനം കാക്കുന്നില്ലെങ്കിൽ, കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വെറുതെയാണ്. കാക്കുന്നതാരാണ്? കർത്താവാണ്. ഉണർന്നിരിക്കുന്നതാരാണ്? കാവൽക്കാരാണ്. ഹല്ലേലൂയ. അപ്പോൾ കാവൽക്കാരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഉണർന്നിരിക്കുന്നവരാവുക. ബി വാച്ച്ഫുൾ, ബി വിജിലന്റ് എന്നാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 34-ാമത്തെ തിരുവചനത്തിൽ ഇതാ ജ്ഞാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരെ കുറിച്ച് പറയുന്നു. എൻ്റെ പടിവാതിൽക്കൽ, ജ്ഞാനം വിളിച്ചു പറയുകയാണ്, അനുദിനം കാത്തുനിന്ന് എൻ്റെ വാതിലുകളിൽ ദൃഷ്ടിയുറപ്പിച്ച് എൻ്റെ വാക്ക് കേൾക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ജ്ഞാനത്തിന് വേണ്ടി കാത്തു നിൽക്കുക, ഉണർവുള്ളവരായിരിക്കുക. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ, അല്ലെങ്കിൽ പുറപ്പാടിന്റെ പുസ്തകം, നിയമാവർത്തന പുസ്തകങ്ങളിലൊക്കെ ആവർത്തിച്ച് ഈ വാച്ച്ഫുൾനെസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇപ്രകാരം ഒരു പശ്ചാത്തലത്തിലാണ്, അതായത് കർത്താവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതിൽ ഉണർവുള്ളവരായിരിക്കുക. കൈ കഴുകുന്ന കാര്യത്തിലല്ല, 10 കൽപ്പനകൾ പാലിക്കുന്ന കാര്യത്തിൽ ഉണർവുള്ളവരായിരിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ ഏകദൈവത്തെ മാത്രം ആരാധിക്കുന്നതിൽ ഉണർവുള്ളവരായിരിക്കുക, ജാഗ്രതയുള്ളവരായിരിക്കുക. കർത്താവിൻ്റെ ദിവസം യോഗ്യതയോടുകൂടെ പാലിക്കുന്നതിൽ ജാഗ്രതയുള്ളവരായിരിക്കുക. കർത്താവിൻ്റെ നാമം വിശുദ്ധിയോടുകൂടെ ഉപയോഗിക്കുന്നതിൽ ജാഗരൂകതയുള്ളവരായിരിക്കുക. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിൽ, സ്നേഹിക്കുന്നതിൽ ജാഗ്രതയുള്ളവരായിരിക്കുക. അവരെ നശിപ്പിക്കാതെ, അതായത് കൊലപാതകം ചെയ്യാതിരിക്കാൻ ജാഗരൂകത ഉള്ളവരായിരിക്കുക. കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ ഹൃദയം കൊണ്ടോ അധരം കൊണ്ടോ വ്യഭിചാരം ചെയ്യാതിരിക്കാൻ ജാഗരൂകതയുള്ളവരായിരിക്കുക. കള്ളസാക്ഷ്യം പറയാതിരിക്കാൻ ജാഗരൂകതയുള്ളവരായിരിക്കുക. മോഷ്ടിക്കാതിരിക്കാൻ, അന്യന്റെ വസ്തുക്കൾ മോഹിക്കാതിരിക്കാൻ, കള്ളസത്യം പറയാതിരിക്കാൻ, അന്യന്റെ ഭാര്യയെ മോഹിക്കാതിരിക്കാൻ, അതായത് കുടുംബജീവിതത്തിന്റെ വിശുദ്ധിയിൽ നിലനിൽക്കാൻ, സമൂഹത്തിന്റെ നീതിയിൽ നിലനിൽക്കാൻ ജാഗരൂകതയുള്ളവരായിരിക്കുക. പഴയ നിയമം ആവർത്തിച്ച് പറയുന്നത് ഇപ്രകാരം, നിയമങ്ങൾ പാലിക്കുന്നതിൽ ജാഗ്രതയുള്ളവൻ ഭാഗ്യവാൻ. കർത്താവിനെ അന്വേഷിക്കുക.
ജെറമിയായുടെ പുസ്തകത്തിലാണ്. ജെറമിയായോട് ദൈവം ചോദിക്കുന്നു, നീ എന്ത് കാണുന്നു? ഞാൻ ഒരു ജാഗ്രതാ വൃക്ഷത്തിന്റെ തൈ കാണുന്നു. ദൈവം പറഞ്ഞു, എൻ്റെ വാക്കുകൾ, എൻ്റെ വചനങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ ഞാൻ ജാഗ്രതയുള്ളവനാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. കാരണം കർത്താവ് തൻ്റെ തന്നെ ഒരു ഗുണമായി പറയുന്നത് ഈ ജാഗ്രതയാണ്. ഐ ആം വാച്ച്ഫുൾ. എന്തിന്? എൻ്റെ വാഗ്ദാനങ്ങൾ എൻ്റെ മക്കൾക്ക് വേണ്ടി പൂർത്തീകരിച്ച് നൽകുന്നതിൽ കുഞ്ഞെ ഞാൻ ജാഗ്രതയുള്ളവനാണ്. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതാ ഈശോ പറയാണ്, കർത്താവിൻ്റെ ആഗമനത്തിന് വേണ്ടി, പുനരാഗമനത്തിന് വേണ്ടി കാത്തിരിക്കുവിൻ എന്ന ഒരു ജാഗ്രതയാണ് പുതിയ നിയമം നമ്മുടെ മുൻപിലേക്ക് എടുത്തു വയ്ക്കുന്നത്. കർത്താവ് വന്നു, അവന്റെ സാന്നിധ്യം ഭൂമിയിലുണ്ട്, അവന്റെ വീണ്ടും വരവിന് വേണ്ടി കാത്തിരിക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്രകാരം കാത്തിരിപ്പിന്റെ ഒരു ഉപമയാണ് ഈശോ 10 കന്യകമാരുടെ ഉപമ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ അത് വ്യാഖ്യാനിച്ചതാണ്. 10 കന്യകമാരും ഇതാ മണവാളനെ എതിരേൽക്കാനുള്ള യാത്രയിലാണ്. 10 കന്യകമാരെന്ന് പറയുന്നത് മാനവ സമൂഹം മുഴുവനുമാണെന്നും ഇവർ തമ്മിലുള്ള ആത്യന്തികമായ വ്യത്യാസമെന്ന് പറയുന്നത് ക്രിസ്തു ഉള്ളവരും ക്രിസ്തു ഇല്ലാത്തവരും എന്നുള്ളതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഈശോ ആ ഉപമ പറഞ്ഞത് ഉണർവോടുകൂടെ മണവാളനെ എതിരേൽക്കാൻ ആവശ്യമായതൊക്കെ കയ്യിലും ഹൃത്തിലും കരുതിക്കൊണ്ട് ജാഗരൂകത ഉള്ളവരായിരിക്കുക. ഇനി 3 തലങ്ങൾ ജാഗരൂകതയെ കുറിച്ച് പറയട്ടെ. 1, കർത്താവിന്റെ ദിനത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നത് തന്നെ. വചനം നമ്മോട് ആവർത്തിച്ച് പറയുകയാണ്, അവൻ വീണ്ടും വരും. അവൻ വരുമ്പോൾ നിങ്ങളെ ഒരുക്കമുള്ളവരായി കാണുമോ അല്ലെങ്കിൽ ഉറങ്ങുന്നവരായി കാണുമോ? എന്താണ് ഉറങ്ങുന്നവരും ഉണർന്നിരിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം? റോമാക്കാർക്ക് എഴുതിയിട്ടുള്ള ലേഖനം 13-ാം അധ്യായം, റോമ 13-11 മുതലുള്ള തിരുവചനങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ സഭയെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പോസ്തലൻ പറയുകയാണ്, ഇതെല്ലാം ചെയ്യുന്നത്, അതായത് അനുദിന ജീവിതത്തിന്റെ കാര്യങ്ങൾ, വിശ്വാസത്തിന്റെ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം 2000 വർഷം പഴക്കമുള്ള വചനമാണ്. വചനം അന്നു മുതൽ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രക്ഷ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ, അതായത് നമ്മുടെ കണക്കുകൂട്ടലുകളിൽ ഉള്ളതിനേക്കാൾ അതടുത്താണ്. വാഹനങ്ങളിലെ കണ്ണാടിയിൽ ഒരു കാര്യം എഴുതി വെക്കാറുണ്ട്, ദി ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. അതായത് നിങ്ങൾ കണ്ണാടിയിൽ കാണുന്ന പുറകിലുള്ള വാഹനങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അതടുത്താണെന്ന്. നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നു, ഒരു വണ്ടി കുറേ ദൂരത്തുനിന്ന് വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, നമ്മൾ റൈറ്റ് ടേൺ പെട്ടെന്ന് തിരിയുന്നു, പുറകിലുള്ള വണ്ടി വന്നിടിക്കുന്നു. അതാണത് എഴുതി വച്ചിരിക്കുന്നതിന്റെ അർത്ഥം. കണ്ണാടിയിൽ വെറുതെ കണ്ടിട്ട് വണ്ടി കുറേ ദൂരെയാണെന്ന് വിചാരിക്കരുത്. ദി ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. ഹല്ലേലൂയ. അപ്പോൾ രക്ഷ, പ്രിയപ്പെട്ടവരെ, കർത്താവ് നിനക്ക് തരാൻ പോകുന്ന സമ്മാനം, നിത്യത, സ്വർഗമെന്നൊക്കെ പറയുന്നത് നമ്മുടെ കണക്കുകൂട്ടലുകളെ ഉള്ളതിനേക്കാൾ അടുത്താണെന്ന്. ഇറ്റ്സ് വെരി ക്ലോസ്, ഇറ്റ്സ് വെരി നിയർ, തൊട്ടടുത്തുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ തൊട്ടടുത്തുള്ള ആ രക്ഷയെ ഓർത്ത് നമുക്കൊന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറ. എന്നിട്ട് പറയുകയാണ്,
റോമ 13:12 നമ്മൾ വായിക്കുന്നു, രാത്രി കഴിയാറായി. എന്താണ് രാത്രിയുടെ പ്രത്യേകത? ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. അതാണ് ഒന്ന് രാത്രി. മറ്റൊന്ന് തിന്മയുടെ പ്രതീകമാണ് രാത്രി. കള്ളന്മാർ മോഷ്ടിക്കാൻ പോകുന്നത് രാത്രിയാണ്. സാധാരണ രീതിയിൽ കള്ളുകുടിച്ച് മദിക്കുന്നത് രാത്രിയാണ്. നൈറ്റ് ക്ലബ്ബുകൾ തീർച്ചയായിട്ടും രാത്രിയാണ്. അപ്പോൾ രാത്രിയുമായി ബന്ധപ്പെട്ട് ചില തിന്മകളുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ രാത്രി അപ്രകാരം അലസതയിൽ കഴിയുന്ന രാത്രി. നിന്റെ അലസതയുടെ ജീവിതം കുഞ്ഞെ ഒരു രാത്രിയാണ്. നിന്റെ തെറ്റായിട്ടുള്ള ചില ബന്ധങ്ങളുടെ ജീവിതം നിന്നെ സംബന്ധിച്ച് ഒരു രാത്രിയാണ്. ഒരു പക്ഷേ നീ തിന്മ ചെയ്യുന്നത് പകലാണെങ്കിലും നീ ഇരുട്ടിലാണ്. വചനം പറയുന്നത് ഇതാണ്, നിന്റെ രാത്രി തീർന്നു, ഇതാ നിന്റെ പകലിതാ തുടങ്ങി. നീ അതുകൊണ്ട് എന്തു വേണം? തുടർന്ന് വായിക്കുകയാണ്, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ജാഗരൂകതയ്ക്ക് രണ്ട് പ്രധാനപ്പെട്ട മാനങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ്. പൗലോസ് പറയുകയാണ്, ഒന്ന്, അന്ധകാരത്തിന്റെ പ്രവർത്തികൾ ഉപേക്ഷിക്കുന്നതിനുള്ള ജാഗരൂകതയുണ്ടോ? ഇന്നൊരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ 2 മാസം മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് മുതൽ ഞാൻ ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അന്ധകാരത്തിന്റെ പ്രവൃത്തിയായ മദ്യപാനം അദ്ദേഹം ഉപേക്ഷിച്ചിരിക്കുക. അപ്രകാരം കലഹം ഒരു അന്ധകാരത്തിന്റെ പ്രവൃത്തിയാണ്. അസൂയ അന്ധകാരത്തിന്റെ പ്രവൃത്തിയാണ്. ജഡികാസക്തി അന്ധകാരത്തിന്റെ പ്രവൃത്തിയാണ്. സുഖലോലുപത അന്ധകാരത്തിന്റെ പ്രവൃത്തിയാണ്. നീ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കുന്നതിന് ജാഗരൂകത ഉള്ളവളാകുമോ? ധനമോഹം ഒരു അന്ധകാരത്തിന്റെ പ്രവൃത്തിയാണ്. വാങ്ങിക്കൂട്ടുന്നതിനും കെട്ടിയുണ്ടാക്കുന്നതിനും ഒക്കെ മാത്രമായിട്ടുള്ള ഒരു വിഭ്രാന്തിയും ത്വരയും, സ്വന്തം പൊങ്ങച്ചം കാണിക്കുന്നതിനും ആർഭാടം കാണിക്കുന്നതിനുമൊക്കെയുള്ള പരക്കം പാച്ചിലുകളും പ്രിയപ്പെട്ടവരെ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ തന്നെ. നിന്റെ ഉള്ളിലുള്ള, ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഇപ്രകാരമുള്ള അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കാൻ, എൻ്റെ കണ്ണിന്റെ ദുരാശകളുടെ ഇരുട്ടിന്റെ പ്രവൃത്തികളുണ്ട്. ഞാൻ കാണുന്ന കാഴ്ചകൾ, എൻ്റെ കണ്ണ് തിരയുന്നത്, മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ആയിക്കൊള്ളട്ടെ, എൻ്റെ കണ്ണുകൾ സെർച്ച് ചെയ്യുന്നത് എവിടെയാണ്? അന്ധകാരത്തിന്റെ പ്രവർത്തികൾക്ക് വേണ്ടിയാണ്. അന്ധകാരത്തിന്റെ കാഴ്ചകൾ. അത് നിന്നിൽ നിന്ന് ഉപേക്ഷിക്കാൻ നീ ജാഗരൂകതയുള്ളവനാകുമോ? അതാണ് ചോദ്യം. ഒരു കുഞ്ഞു പറഞ്ഞു, അച്ഛാ, ഞാൻ ഒരു തെറ്റായ ബന്ധം ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ അവൻ പറയുന്നു, നീ എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. എന്തു ചെയ്യും? പെട്ടെന്ന് ഈശോ പറഞ്ഞു തന്നത് ധൂർത്തപുത്രന്റെ ഉപമയെ കുറിച്ചാണ്. ധൂർത്തപുത്രൻ തന്റെ അന്ധകാരം ഉപേക്ഷിച്ച് തിന്മ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ് ആ പന്നിക്കൂട് വിട്ട് പിതാവിന്റെ പക്കലേക്ക് പോരുവാൻ തീരുമാനിച്ചപ്പോൾ ധൂർത്തപുത്രന് ഒരു പ്രലോഭനമുണ്ടായിട്ടുണ്ടാകും. എന്താണ്? ഞാൻ ഇവിടെ നിന്ന് പോയാൽ പന്നിക്കാര് തീറ്റ കൊടുക്കും, പന്നികൾ പട്ടിണി കിടന്ന് മരിക്കില്ലേ? ശരിയല്ലേ? ധൂർത്തപുത്രൻ പന്നിക്കൂട് വിട്ട് പോന്നതിന് ശേഷം അവിടെ പണിക്കാളെ കിട്ടിയോ ഇല്ലയോ എന്ന് നിങ്ങൾ അന്വേഷിച്ചോ? പ്രിയപ്പെട്ടവരെ, ആ ചോദ്യം കഥയിൽ പ്രസക്തമല്ല. എന്താണ്? നീ നിന്റെ ജീവിതത്തിൽ നീ നിന്റെ ദൈവത്തിലേക്ക് പിന്തിരിയുക എന്നുള്ളതാണ് നീ ചെയ്യേണ്ട കാര്യം. പന്നിയുടെ കാര്യം കർത്താവ് നോക്കിക്കൊള്ളും.
അപ്പോൾ നമ്മൾ ചില തിന്മകളിൽ നിന്ന് പിന്തിരിയുമ്പോൾ നമ്മൾ ഇത്രയും നാൾ വ്യാപരിച്ച ആ തിന്മയുടെ ഇടങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നാലോചിച്ച് നമ്മൾ പ്രിയപ്പെട്ടവരെ വിഷമിച്ച് അവിടെ തന്നെ അടിഞ്ഞുകൂടി കിടക്കേണ്ട കാര്യമില്ല. കർത്താവിലേക്ക് പിന്തിരിയാൻ കുഞ്ഞെ നീ ജാഗരൂകതയുള്ളവനാവുക. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് പാപത്തിൽ തന്നെ അടിഞ്ഞു കിടക്കേണ്ട കാര്യമില്ല. കാരണം നിന്റെ ദൈവം നീ ചെയ്ത പാപത്തെക്കാൾ വലിയവനാണ്. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അച്ഛൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പാപം ചെയ്തു എന്ന് പറഞ്ഞ് പാപത്തിന്റെ സാഹചര്യങ്ങളുമായി വ്യക്തികളുമായി വീണ്ടും അടിഞ്ഞു കിടക്കേണ്ട കാര്യമില്ല. കാരണം നിന്റെ ദൈവം നീ ആരിലേക്കാണോ പിന്തിരിയുന്നത്, നീ ആരിലേക്കാണോ തിരിച്ചു വരുന്നത്, അവൻ നീ ചെയ്ത പാപത്തെക്കാൾ വലിയവനാണ്. 10,000 മടങ്ങ് വലിയവനാണ്. നിന്റെ കണക്കുകൂട്ടലുകളെക്കാൾ വലിയവനാണ്. അപ്പോൾ കർത്താവ് പറയുന്നു ജാഗരൂകതയുള്ളവരായിരിക്കുവാൻ പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ തലം അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ തലം പ്രിയപ്പെട്ടവരെ പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കുക എന്നതാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. പൗലോസ് പറയുന്നു, ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. റോമ 13:13. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. 6 കാര്യങ്ങളാണെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ്? സുഖലോലുപത, മദ്യലഹരി, അവിഹിത വീഴ്ചകൾ, വിഷയാസക്തി, കലഹങ്ങൾ, അസൂയ. ഇവയിൽ വ്യാപരിക്കരുത്. അന്ധകാരത്തിന്റെ പ്രവർത്തികളിൽ വ്യാപരിക്കരുത്. 14. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. പുട്ട് ഓൺ ജീസസ് ക്രൈസ്റ്റ്. ഈശോ മിശിഹായെ ധരിച്ചുകൊണ്ട് നീ നിന്റെ പുതിയ ജീവിതയാത്ര തുടങ്ങ്. നീ ആരെയാണ് ധരിച്ചിരിക്കുന്നത്? നീ എന്താണ് ധരിച്ചിരിക്കുന്നത്? നീ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എന്താണ് ധരിക്കുന്നതെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കോട്ടും സ്യൂട്ടുമാണോ ധരിക്കുന്നത്? അല്ലെങ്കിൽ ഷർട്ടും മുണ്ടുമാണോ ധരിക്കുന്നത്? എന്താണ് ധരിക്കുന്നത്? വചനം പറയുകയാണ്, നീ പ്രത്യക്ഷപ്പെടുന്നത് ഇതാ, നീ ക്രിസ്തുവിനെ ധരിക്കുന്നവനായി മാറുവിൻ. ഹല്ലേലൂയ. ആവർത്തിച്ച് പറയുന്നു, ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കുവിൻ. എഫെസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ പ്രകാശത്തിന്റെ ആയുധങ്ങളെ കുറിച്ച് പൗലോസ് പറയുന്നു. നമുക്ക് ഈ ആഗമനകാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയിലെ ഈ വിചിന്തനം ഇപ്രകാരം അവസാനിപ്പിക്കാം. തിന്മ ചെയ്യാതിരിക്കുന്നതിനുള്ള ജാഗരൂകത ഒരു വശത്ത്, നന്മ ചെയ്യുന്നതിനുള്ള ജാഗരൂകത മറുവശത്ത്. നന്മ ചെയ്യുന്നതിന് വേണ്ടി ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഒരാളുടെയെങ്കിലും കണ്ണീരൊപ്പാതെ കർത്താവെ എനിക്ക് കിടന്നുറങ്ങുവാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന 90 വയസ്സുള്ള ഒരു റോസി ആന്റിയെ അച്ഛനറിയാം. നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചിട്ടുണ്ട്. റോസി ആന്റിയുടെ പ്രാർത്ഥന ഇതാണ്. ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയാണ് ആന്റി എറണാകുളത്ത്. പ്രാർത്ഥനാ നിയോഗം ഇതാണ്: അച്ഛ, ഒരാളുടെയെങ്കിലും കണ്ണീരൊപ്പാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന്. ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അപകടം വരാതിരിക്കാൻ വരണമെന്നല്ല, വീഴാതിരിക്കാൻ. കഴിഞ്ഞ ദിവസം കുളിമുറിയിൽ വീണു, ഒന്നും ഒടിഞ്ഞില്ല കാര്യം, എങ്കിലും വീഴാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്നല്ല.
ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഒരാളുടെയെങ്കിലും കണ്ണീരൊപ്പാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥന. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞുമകൾ വന്നു, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളാണ്. ഈ മകൾ അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ കുത്തിയിട്ട് പറഞ്ഞു, എൻ്റെ കാര്യം പറ എന്ന്. എന്താണ് കുഞ്ഞുമകളുടെ പ്രാർത്ഥനാ നിയോഗം എന്നറിയാവോ? കഴിഞ്ഞ ദിവസം വീട്ടിൽ പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉറങ്ങിപ്പോയി. പ്രാർത്ഥന എത്തിക്കുമ്പോൾ ഉറങ്ങാതിരിക്കാൻ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുടെ പ്രാർത്ഥനാ നിയോഗമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറ. പ്രിയപ്പെട്ടവരെ, ഇതാണ് നന്മ പ്രവർത്തിക്കുന്നതിന്, പ്രാർത്ഥിക്കുന്നതിനുള്ള ജാഗരൂകത. ഈശോ പറഞ്ഞു, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ജാഗരൂകത വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ടൊരു മേഖലയാണ് പ്രാർത്ഥിക്കുന്നതിനുള്ള ജാഗരൂകത. നന്മ ചെയ്യുന്നതിനുള്ള ജാഗരൂകത, പ്രാർത്ഥിക്കുന്നതിനുള്ള ജാഗരൂകത, ത്യാഗമെടുക്കുന്നതിനുള്ള ജാഗരൂകത, ഉപവസിക്കുന്നതിനുള്ള ജാഗരൂകത, നൊയമ്പെടുക്കുന്നതിനുള്ള ജാഗരൂകത. 25 നൊയമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്രകാരം നൊയമ്പെടുത്ത് കർത്താവിന്റെ സാന്നിധ്യത്തെ ആഘോഷിക്കുന്നതിനുള്ള, നൊയമ്പെടുത്ത് സങ്കടപ്പെടുന്നതിനുള്ളതല്ല, നൊയമ്പെടുത്ത് ആനന്ദിക്കുന്നതിനുള്ള ഒരു ജാഗരൂകതയുണ്ടാകട്ടെ. അപ്രകാരം സ്വയം പരിത്യജിച്ച് അപരന് നന്മയായിത്തീരുന്നതിനുള്ള ജാഗരൂകതയുണ്ടാകണം. സ്വയം പരിത്യജിച്ച് പ്രാർത്ഥനയിൽ ഉണർവുള്ളവരായി ഇതാ പിശാചിൽ നിന്ന് വരുന്ന പ്രലോഭനങ്ങളെ അതിജീവിച്ച് മരുഭൂമിയിൽ ഈശോ പ്രാർത്ഥിച്ചത് ഇപ്രകാരം ഒരു ജാഗരൂകതയിലേക്കുള്ളൊരു വിളിയായിട്ട്. 40 ദിവസം അവിടെ നിന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇതാ സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് അലറുന്ന സിംഹത്തെ പോലെ വരുന്ന പിശാചിനെ എതിർത്ത് നിൽക്കുന്നതിനുള്ള ജാഗരൂകതയുണ്ടാകണം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അതുണ്ട്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അനുദിനം പ്രാർത്ഥിക്കാൻ, അന്നന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനല്ല ഈശോ പഠിപ്പിച്ചത്. അനുദിനം തിന്മയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ആഗ്രഹിച്ച്, പിശാചിനെ ജയിക്കുന്നതിന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ കൂടി ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിലുണ്ട്. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. കണ്ണുകളടച്ച് ക്രിസ്തുവായി നമ്മൾ വളരുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകമായി ക്രിസ്തുവായി വളരാൻ, സ്നേഹമായി തീരാൻ, നമ്മിൽ നിന്ന് ക്രിസ്തു പിറക്കാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാലഘട്ടമാണ് ആഗമനകാലം. ഉണർവുള്ളവരായി തീരാം. പരിശുദ്ധ അമ്മയിൽ വചനം മാംസം ധരിച്ചതുപോലെ നമ്മിലും വചനം മാംസം ധരിക്കുവാൻ, ക്രിസ്തുവിന്റെ പ്രവർത്തികൾ ചെയ്യുക, അപ്രകാരം ക്രിസ്തുവിനെ ധരിക്കുക. ക്രിസ്തുവിനെ ധരിക്കുക എന്നാൽ ക്രിസ്തുവിന്റെ പ്രവർത്തികൾ ചെയ്യുക എന്നതാണെന്ന ബോധ്യത്തോടുകൂടെ എന്നിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളും എന്നിൽ നിന്ന് പുറപ്പെടുന്ന കർമ്മങ്ങളും എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ പ്രതീക്ഷകളും ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളും എൻ്റെ നിലപാടുകളും ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നതായി തീരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മാംസം ധരിച്ച വചനത്തിൻ്റെ നാമം കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം വിളിച്ച് നമ്മുടെ ഹൃദയത്തിൽ വചനം മാംസം ധരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ,